മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ മെഡിക്കൽ അലോട്ട്മെന്റ് പ്രോസസ്സിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു. റൗണ്ട് 1 അലോട്ട്മെന്റ് ഫൈനൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്, ലിസ്റ്റ് വന്നിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് കൊടുത്ത ആളുകൾ, ഓപ്ഷൻ കൊടുത്ത ആളുകൾ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് കയറി നോക്കാൻ വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, ഫർദർ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് MCCയിൽ അലോട്ട്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് അലോട്ടഡ് ആയിട്ട് കാണിക്കും. സീറ്റ് അലോട്ടഡ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, വില്ലിങ്നെസ് അറിയിക്കാം. എന്തിനുള്ള വില്ലിങ്നെസ്സാണ്? ഒന്നുകിൽ ഫ്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോട്ട് ചെയ്യാൻ. ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് 25 ചോയ്സസ് നമ്മൾ കൊടുത്തു. 24ാമത്തത് കൊല്ലം മെഡിക്കൽ കോളേജിൽ നമുക്ക് കിട്ടി എങ്കിൽ ആ കോളേജിൽ നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതിന് മേലെയുള്ള ഹയർ ഓപ്ഷനിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ വേറെ കോളേജുകൾ ചേർത്ത് വേറെ കോളേജിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല എങ്കിൽ അത് ഫ്രീസ് ചെയ്താൽ ആ സീറ്റ് നമുക്കായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഫൈനലായിട്ട് കൺഫേംഡ് ആയിട്ട് കിട്ടും. ദെൻ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ? ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഈ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? ഒന്ന്, 10th മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ്, 12th മാർക്ക് ഷീറ്റ്, ദെൻ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, റാങ്ക് കാർഡ്, നീറ്റ് റാങ്ക് കാർഡ്, ദെൻ അതുപോലെ തന്നെ നീറ്റ് അഡ്മിറ്റ് കാർഡ്. ഈ ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്ത് PDF ഫോമാറ്റിൽ അപ്ലോഡ് ചെയ്യണം. ഇത് കഴിഞ്ഞാൽ പണി തീർന്നില്ല. ഫ്രീസ് ചെയ്ത ആളുകൾ പിന്നീട് പറഞ്ഞ സമയത്തിനുള്ളിൽ അലോട്ട് ചെയ്ത കോളേജിൽ നേരിട്ട് പോയി ഹാജരാവണം. ദെൻ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യണം. ഒരാൾ ഫ്രീസ് ചെയ്തു എന്നിട്ട് സമയത്തിന് ജോയിൻ ചെയ്തില്ല എങ്കിൽ അയാൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താവും, ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. എന്നാൽ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ അയാൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാം, ഫീസ് നഷ്ടപ്പെടില്ല, രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടില്ല. ഇതിനെ ഫ്രീ എക്സിറ്റ് എന്നാണ് പറയാം. ഒരാൾ സീറ്റ് കിട്ടി ഒന്നും ചെയ്തില്ല, വെറുതെ ഇരുന്നാലും അയാൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താവും. ദെൻ അതിനെ ഫ്രീ എക്സിറ്റ് എന്നാണ് പറയുക. പക്ഷേ അയാൾക്ക് 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റും, പുതുതായിട്ട് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇതാണ് പ്രോസസ്സിൽ ഫ്രീസ് ചെയ്ത ആളുകൾക്കുള്ളത്. ഇനിയുള്ളത് എന്താ? ഫ്ലോട്ട് ചെയ്യലാണ്. ഫ്ലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കിട്ടിയ സീറ്റിൽ നമ്മൾ ഓക്കെ ആണ്, പക്ഷേ ഫർദർ റൗണ്ടിൽ അതിന് മേലെ നമ്മൾ കൊടുത്ത ഹയർ ഓപ്ഷൻസോ ഇനി താഴെ നിന്ന് എന്തെങ്കിലും മേളിലോട്ട് മാറ്റി കൊടുക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഓൾ ഇന്ത്യയിൽ ഹയർ ഓപ്ഷനും ലോവർ ഓപ്ഷനും വ്യത്യാസമില്ല. 2ാമത് ഹയർ ഓപ്ഷൻ 2ാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ആദ്യം മുതൽ സീറ്റുകൾ ചോയ്സുകൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ താഴെ കൊടുത്ത 25 കൊടുത്ത് 23ാമത്തതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത് എങ്കിൽ 24ഉം 25ഉം പിന്നീട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഫ്ലോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഫ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കിട്ടിയ സീറ്റ് ഓക്കെ, പക്ഷേ ഫർദർ റൗണ്ട്സിൽ മറ്റ് സീറ്റുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഫ്ലോട്ട് ചെയ്യാമെന്ന് പറയും. ഈ ഫ്ലോട്ട് ചെയ്യാനുള്ള വില്ലിങ്നെസ് നമ്മൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ വില്ലിങ്നെസ് ഉണ്ട്. ആ വില്ലിങ്നെസ്സിൽ ഫ്ലോട്ട് ഓർ ഫ്രീസ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കണം. നിങ്ങളത് ഫ്രീസ് ചെയ്താലും ഫ്ലോട്ട് ചെയ്താലും പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്ററുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് സൂക്ഷിക്കണം. അതാണ് അഡ്മിഷന് പോകുമ്പോൾ കൊടുക്കേണ്ട രേഖകളിൽ ഒന്ന്. ഈ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതില്ല. അടുത്ത ഘട്ടത്തിലേക്ക് ഫിസിക്കലി നമ്മൾ പോയി ജോയിൻ ചെയ്യേണ്ടതില്ല. നമ്മൾ ഓൾറെഡി ഓൺലൈനായിട്ട് പറഞ്ഞു കഴിഞ്ഞു നമ്മൾ സീറ്റ് താല്പര്യമുണ്ട്, നമ്മളതിൽ ജോയിൻ ചെയ്യും. 2nd അലോട്ട്മെൻറ്റിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അപ്പോൾ ഫ്രീസ് ചെയ്ത ആളുകൾക്ക് പോവാൻ കഴിയില്ല, കാരണം അവർ 2ാമത്തെ ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പോയില്ല. അതേസമയത്ത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജിൽ സമയത്തിന് പോയി ജോയിൻ ചെയ്തില്ലെങ്കിൽ അവർ ബേസിക്കലി അതിൽ നിന്ന് എക്സിറ്റ് ആയി. ഇനി 2ാമത്തത് ഒന്നും ചെയ്തില്ല, കിട്ടി അലോട്ട്മെൻറ്റ് കിട്ടി, ഒന്നും ചെയ്യാതെ ഇരുന്ന് കോളേജിലൊന്നും ജോയിൻ ചെയ്തില്ല, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ല, അപ്പോഴും ഫ്രീ എക്സിറ്റ് ആവും. 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമുക്ക് പങ്കെടുക്കാം. ഫ്ലോട്ട് ചെയ്യുന്ന ആളുകളും 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ചോയ്സ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്, പക്ഷേ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഈ 3 പേരും നമ്മൾ സീറ്റ് കിട്ടി ഫ്രീസ് ചെയ്തു, പക്ഷേ കോളേജിൽ ജോയിൻ ചെയ്തില്ല, ദെൻ അവർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, ഓൾറെഡി ഉള്ള രജിസ്ട്രേഷൻ പരിഗണിക്കും. 2ാമത്തത് നമ്മൾ ഫ്രീസും ചെയ്തില്ല, ഫ്ലോട്ടും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ഫ്രീ എക്സിറ്റ് അടിച്ച് നമ്മൾ 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഫീസ് പുതിയ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ദെൻ 3ാമത്തത് ഫ്ലോട്ട് ചെയ്ത് ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്തു, ദെൻ 2nd അലോട്ട്മെൻറ്റിൽ പിന്നീട് നമുക്ക് രജിസ്ട്രേഷൻ ഒന്നുമില്ലാതെ 2nd റൗണ്ടിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പോൾ ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഉണ്ടാവും. ഇനി 2ാം ഘട്ട അലോട്ട്മെൻറ്റിൽ നമ്മൾ പങ്കെടുത്തു, ചോയ്സൊക്കെ ഫില്ല് ചെയ്തു, നമുക്ക് സീറ്റ് കിട്ടിയെങ്കിൽ ആദ്യം നമുക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടും. ഫ്രീസ് ചെയ്ത ആളുകൾ പിന്നെ അതിൽ തന്നെ ആയിരിക്കും ജോയിൻ ചെയ്യുക.
ദെൻ ഫ്ലോട്ട് ചെയ്ത ആൾ ആ സീറ്റിൽ നമ്മൾ ആദ്യ ഘട്ടത്തെ സീറ്റ് നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത് കിട്ടിയത് എന്താണോ അതിൽ പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ടിൽ സീറ്റ് കിട്ടിയ ആളുകൾ എന്താ ചെയ്യുക? ഒന്നുകിൽ അവർക്ക് വീണ്ടും അതെന്ത് ചെയ്യാം? ഫ്രീസ് ചെയ്യാം. അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫർദർ റൗണ്ട് തേർഡ് റൗണ്ടിലേക്ക് പിന്നെ പോവില്ല. ദെൻ അപ്പോൾ വീണ്ടും ആദ്യത്തെ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫ്ലോട്ട് ചെയ്ത ആളുകൾ ആദ്യ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ ഒന്നും ചെയ്തില്ല. മൂന്നാമത്തത് ആദ്യ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ഫ്രീസ് ചെയ്തു, പക്ഷേ പറഞ്ഞ സമയത്തിന് കോളേജിൽ പോയി ജോയിൻ ചെയ്തില്ല. ഇവരൊക്കെയാണ് വീണ്ടും രണ്ടാമത് ഫ്രീ എക്സിറ്റ് അടിച്ച് ഈ കോളേജിലേക്ക് ഫ്രീ എക്സിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫ്ലോട്ട് ചെയ്ത ആളുകൾ പിന്നെ ഫ്രീ എക്സിറ്റ് അല്ല, നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് വന്നു. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം കൊടുത്ത ചോയ്സ് അവിടെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്, ഒരിക്കലും ഉണ്ടാവില്ല. ഫ്ലോട്ട് ചെയ്താലും ഫ്രീസ് ചെയ്താലും റിസൈൻ ചെയ്താലും ദെൻ ജോയിൻ ചെയ്യാതിരുന്നാലും ഫ്രീ എക്സിറ്റ് അടിച്ചാലും എല്ലാം നിങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടാവില്ല, ചോയ്സസ് ഉണ്ടാവില്ല. ആദ്യം മുതൽ വീണ്ടും ചോയ്സസ് ഫില്ല് ചെയ്യണം. അവിടെയാണ് ഈ ഹയർ ഓപ്ഷൻ ലോവർ ഓപ്ഷനും ഒരുപോലെ പരിഗണിക്കപ്പെടുന്നത്. ഇതുവരെ കൊടുക്കാത്തതും നമുക്ക് കൊടുക്കാം. അങ്ങനെ കൊടുത്ത് രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തു, നമുക്ക് സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്കത് ഫ്രീസ് ചെയ്യുക, അത് മതി. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പോകുന്നില്ല. നമുക്ക് ഡോക്യുമെൻ്റ് നേരത്തെ ഫ്ലോട്ട് ചെയ്ത ആളുകളാണെങ്കിൽ ഓൾറെഡി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ആ ഡോക്യുമെൻ്റ് മതി. ദെൻ എക്സിറ്റ് ആയി പോയ ആളുകളാണെങ്കിൽ ഡോക്യുമെൻ്റ് ഒന്നുകൂടി എന്ത് ചെയ്യണം? വീണ്ടും റിസൈൻ ചെയ്തവരാണെങ്കിലും ഡോക്യുമെൻ്റ് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് ഡോക്യുമെൻ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ റാങ്ക് കാർഡ്, ദെൻ അഡ്മിറ്റ് കാർഡ്, നീറ്റ് അഡ്മിറ്റ് കാർഡ്, മറ്റൊന്ന് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ദെൻ 10th സർട്ടിഫിക്കറ്റ്, 12th മാർക്ക് ഷീറ്റും, ഇതൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ 5 ഡോക്യുമെൻറ്റും കൃത്യമായിട്ട് എടുത്തു വെച്ച് PDF ഫോർമാറ്റിലാക്കി വെക്കുക. ദെൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടി, നമ്മൾ പോയില്ല, ഫ്രീസും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഫോർഫീച്ചർ എക്സിറ്റ് ആണ്. അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ ഔട്ടാവും, രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം മുതൽ വീണ്ടും എന്ത് ചെയ്യണം? ഫീസ് അടച്ച് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം. ദെൻ ഫ്രീസ് ചെയ്ത ആളുകളാണ് ഇനി ഒന്നും നോക്കാനല്ല, സമയത്തിനുള്ളിൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്ത് ആവശ്യമുള്ള ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം. ഫ്ലോട്ട് ചെയ്ത ആളാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ, ആദ്യത്തെ ഘട്ടത്തിൽ നിന്ന് ഫ്ലോട്ട് ചെയ്തു, രണ്ടാം ഘട്ടത്തിൽ കിട്ടി, ആദ്യത്തെ ഘട്ടത്തിൽ കിട്ടിയില്ല, രണ്ടാം ഘട്ടത്തിൽ കിട്ടി, ദെൻ ആദ്യത്തെ ഘട്ടത്തിൽ റിസൈൻ ചെയ്തു അല്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് അടിച്ചു. അവരും ഈ രണ്ടാം ഘട്ടത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകാൻ ഫ്ലോട്ട് ചെയ്യാം. അതിന് പുറമെ അവർക്ക് ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് സീറ്റ് കിട്ടി എന്ന് വിചാരിക്കാം. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണി എന്താ? ചെയ്യാവുന്ന കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് വീണ്ടും തേർഡിലേക്ക് ഫ്ലോട്ട് ചെയ്യാം. ദെൻ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലെറ്റർ എടുക്കാം, ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. ദെൻ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് നമ്മൾ എടുക്കുന്നു, ഫർദർ അലോട്ട്മെൻറ്റിലേക്ക് പോകുന്നില്ല, ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നു, സമയത്തിനുള്ളിൽ പോയി ജോയിൻ ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ഇനി വേണമെങ്കിൽ നമുക്ക് റിസൈൻ ചെയ്യാം. റെസിഗ്നേഷൻ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് മുമ്പ് സമയത്തിന് റിസൈൻ ചെയ്താൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവുകയും നമുക്ക് വീണ്ടും മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാവുന്നതാണ്. ദെൻ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫർദർ റൗണ്ടുകളിൽ പിന്നെ പങ്കെടുക്കാൻ നമുക്ക് കഴിയില്ല, സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഈ സ്ട്രേ വേക്കൻസി തേർഡ് റൗണ്ടിൽ സീറ്റ് കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കേന്ദ്രം സ്റ്റേറ്റുകൾക്ക് അയച്ചു കൊടുക്കും. സ്റ്റേറ്റിലോ കേന്ദ്രത്തിലോ എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫർദർ ഫൈനൽ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയത്ത് സ്റ്റേറ്റിൽ പങ്കെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടാകാം വേണമെങ്കിൽ. അതെങ്ങനെ ഔട്ടാകുന്നത്? പോവാതിരിക്കാം, ഫോർഫീച്ചർ എക്സിറ്റ് ആണ്. അതേസമയത്ത് നമ്മൾ ഫ്രീസ് ചെയ്ത ആളാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ ഫ്രീസ് ചെയ്തവരോ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫ്രീസ് ചെയ്തവരാണെങ്കിൽ പിന്നെ തേർഡ് റൗണ്ടിൽ വരുന്നില്ല, ദെൻ അവരുടെ ലിസ്റ്റ് അതിലുണ്ടാവില്ല. ദെൻ തേർഡ് റൗണ്ടിലേക്ക് ഫ്ലോട്ട് ചെയ്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ ആളുകളാണെങ്കിൽ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് ദെൻ വില്ലിങ്നെസ് അറിയിച്ച് നമ്മൾ ഫ്രീസ് ചെയ്തു. മാൻഡേറ്ററി ആണ് ജോയിൻ ചെയ്യൽ, പിന്നെ ഒരു ഫ്ലോട്ടിംഗ് സിസ്റ്റം ഇല്ല. കാരണം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റിൽ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. സ്റ്റേറ്റിൽ ലിസ്റ്റിലുണ്ടെങ്കിലും നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ സെൻട്രലോ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കുക.
ഇനി ഇതിൽ ജോയിൻ ചെയ്തു, നമ്മൾ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ചു പുറത്തു പോയി, ഇതായാലും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് അവിടെ ജോയിൻ ചെയ്യുന്നു, ദെൻ അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുന്നു, ഫൈനൽ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ള ഒന്ന്. രണ്ടാമത്തത് എക്സിറ്റ് അടിക്കലാണ്. എക്സിറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരുന്നാൽ എക്സിറ്റ് അടിക്കാൻ പറ്റും, പോയി ജോയിൻ ചെയ്യാതിരുന്നാലും എക്സിറ്റ് അടിക്കാം. അതേസമയത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിടുതൽ വാങ്ങൽ പറ്റില്ല, സാധ്യമല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എക്സിറ്റ് ആവും, പക്ഷേ ഫർദർ സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇനി സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ 1, 2, 3 ഘട്ടത്തിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വേണമെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. അവർ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. 1, 2 കിട്ടി, നമ്മൾ സീറ്റ് എക്സിറ്റ് അടിച്ചു, ദെൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഫർദർ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കണം. തേർഡിൽ കിട്ടിയിട്ട് പോകാൻ ഒഴിവാക്കിയ ആളുകൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കൊടുത്തു കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കൊടുത്തു കിട്ടി, പക്ഷേ രണ്ടും എക്സിറ്റ് അടിച്ചു പോയില്ല. തേർഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ പുതുതായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു, പക്ഷേ സീറ്റ് വന്നില്ല എങ്കിൽ അവർക്ക് സ്ട്രേയിൽ പങ്കെടുക്കാവുന്നതാണ്. സ്ട്രേയിൽ പങ്കെടുത്ത് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ കേന്ദ്രം എന്ത് ചെയ്യും? സ്റ്റേറ്റുകൾക്ക് ലിസ്റ്റ് അയച്ചു കൊടുത്ത് കേരളത്തിലുള്ള സ്റ്റേറ്റിലുള്ള ലിസ്റ്റിൽ നിന്ന് അവരെ ഔട്ടാക്കും, വീഡ് ഔട്ട് ചെയ്യും, ദെൻ ഒഴിവാക്കും. അപ്പോൾ നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യേണ്ടി വരും? സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയ സീറ്റിൽ ജോയിൻ ചെയ്യേണ്ടി വരും. അഥവാ ജോയിൻ ചെയ്തില്ലെങ്കിൽ സ്റ്റേറ്റിലുള്ള സ്ട്രേ വേക്കൻസിയിലും പങ്കെടുക്കാൻ പറ്റില്ല, ഓൾ ഇന്ത്യ സ്ട്രേ വേക്കൻസിയിലും പങ്കെടുക്കാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് സീറ്റിൽ നിന്ന് ഔട്ടായി പോകും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്യുമെൻറ്റുകൾ പ്രത്യേകിച്ച് ഫൈനൽ അലോട്ട്മെൻറ്റിൽ വന്ന് നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ റാങ്ക് കാർഡ്, ദെൻ അലോട്ട്മെൻറ്റ് ലെറ്റർ, നീറ്റ് അഡ്മിറ്റ് കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, 10th 12th സർട്ടിഫിക്കറ്റുകൾ, ദെൻ അതുപോലെ തന്നെ നമ്മൾ ആവശ്യമായ രേഖകൾ മറ്റേ NCL കൊടുക്കണം നമ്മൾ നിർബന്ധമായിട്ടും. ദെൻ അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റും ആവശ്യപ്പെടുന്ന അവരുടെ നിബന്ധനകൾക്കനുസരിച്ച് ആവശ്യപ്പെടുന്ന രേഖകൾ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ രേഖകൾ ഒന്നുകൂടി 10th 12th സർട്ടിഫിക്കറ്റ്, ദെൻ അതുപോലെ തന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് ലെറ്റർ, ദെൻ നീറ്റ് അഡ്മിറ്റ് കാർഡ്, ദെൻ അതുപോലെ തന്നെ നീറ്റ് റാങ്ക് കാർഡ്, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, NCL സർട്ടിഫിക്കറ്റ്. അതിന് പുറമെ രേഖകൾ, ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന രേഖകൾ പലയിടത്തും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഫിറ്റ്നസ്, ദെൻ അതുപോലെ തന്നെ എലിജിബിലിറ്റി പ്രത്യേകിച്ച് അതത് സ്റ്റേറ്റുകളിലെ ഹെൽത്ത് യൂണിവേഴ്സിറ്റികളുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഹാജരാക്കി യഥാസമയത്തിൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യാം. ജോയിനിങ് ഡോക്യുമെൻറ്റുകൾ ഒന്നുകൂടി പറയാം. 1 MCC അലോട്ട്മെൻറ്റ് ലെറ്റർ, 2 നീറ്റ് റാങ്ക് കാർഡ്, അതുപോലെ നീറ്റ് അഡ്മിറ്റ് കാർഡ്, 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ഷീറ്റ്, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, NCL സർട്ടിഫിക്കറ്റ് പ്രത്യേകിച്ച് കാറ്റഗറിയിൽ ഉണ്ടെങ്കിൽ അത് വേണം. പിന്നെ അതത് സ്റ്റേറ്റുകൾ എവിടെയാണോ അഡ്മിഷൻ കിട്ടിയത് അതത് സ്റ്റേറ്റുകളും ഇത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആവശ്യപ്പെടുന്നത് പോലെ എലിജിബിലിറ്റി, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, TC, ദെൻ മെഡിക്കൽ ഫിറ്റ്നസ്, ഇത്തരം സർട്ടിഫിക്കറ്റുകൾ കൂടി ഹാജരാക്കേണ്ടതുണ്ട്. ഇതെല്ലാം നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാം. കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.